പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 2 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ദിവസങ്ങളാണ്. ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കർത്താവെ, നോൻപ് തീരാൻ പോയിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ അറിയാത്ത മനുഷ്യരുണ്ട്. അവർ ശാപം പിടിച്ച രീതിയിൽ അത് അറിയാതിരിക്കുകയും അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ അവരവരുടെ ലോകത്ത്, അവരുടെ ജോലി, അവരുടെ ഇലക്ഷൻ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ തിരക്കുകളിലേക്ക് പോകുന്ന കർത്താവ്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. അവരുടെ പോരായ്മകളെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവേ, ഈ ദിവസങ്ങളിൽ പോലും സാക്ഷാൽ
വേദന, കർത്താവിനെപ്പോലെ തന്നെ വേദന അനുഭവിക്കുന്ന, മനസ്സിൽ ശരീരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ ആഴ്ചയിൽ. ചില ആൾക്കാർക്ക് പെസഹക്കാലത്ത് വേദന കൂടുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത വേദന എല്ലാ പെസഹക്കാലത്തും അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവെ അങ്ങയുടെ പീഡാനുഭവങ്ങളോട് അവരെ ചേർത്ത് വെച്ച് അവരെ ഉൾക്കൊള്ളണമേ. അവരെ അങ്ങയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സങ്കട നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ കാഴ്ചവെക്കാനും അവരെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. മനുഷ്യർ യുദ്ധത്തിൽ നിന്ന് തുടങ്ങി വച്ചിട്ട് ഇനി എങ്ങനെ നിർത്തണമെന്നറിയാൻ പാടില്ലാതെ മർക്കടമുഷ്ടിയോടുകൂടി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലോകത്തെയാണ് ഇന്ന് കാണുന്നത്. കർത്താവേ, ഈ വിഷയത്തിന് വേണ്ടി ദൈവ തീരുമാനം ഉണ്ടാക്കി നിഷ്കളങ്കരെ കുരുതി കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലും ഈ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കണമേ, സമാധാനത്തേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിമരുന്ന് പ്രയോഗം കാണുന്ന പോലെ സാഡിസ്റ്റ് മനസ്സോടുകൂടി ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെന്ന രീതിയിലാണ് ആൾക്കാർ ചിലർ കാണുന്നത്. കഠിനഹൃദയരെ എല്ലാം കർത്താവേ, ഇതുമൂലം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ദുരിതമെന്ന് എപ്പോഴും ബൈബിൾ പറയും. നാളുകളിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ദുരിതമെന്ന്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ വർഗം, ഓടിപ്പോകാനോ ഒന്നും പറ്റാത്ത, ഭക്ഷണം കിട്ടാത്ത, പലതരത്തിൽ എന്തെല്ലാം തരത്തിലും ദുരിതങ്ങളാണ് ലോകത്ത് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പാടെ അറിയാവുന്നത് എണ്ണ കിട്ടണില്ല, വിറക് കൊണ്ട് കത്തിക്കണമെന്ന് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. അതല്ല ശരിക്കും, അതിനേക്കാൾ എത്രയോ ദുരിതമായ ലോകത്ത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെയ്യും. ഒരു അടുക്കള പോലും കെട്ടുന്നതിന് എന്തൊരു പാടാണ് മനുഷ്യൻ പെട്ടുപാട്. ഒരു കിണറുണ്ടാക്കണത്, ഒരു ജീവിതകാലം മുഴുവനുള്ള കാശ് കൂട്ടിവെച്ച് കിണറുണ്ടാക്കണം. അങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കിയെല്ലാം നശിച്ച് നാറാണക്കല്ല് പെരുക്കി കിടക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യന്മാരുടെ തിന്മകളാണ്. തിന്മകളുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ദൈവമേ, അതുവഴി രാജ്യം നശിക്കാതിരിക്കാൻ ദൈവമേ, ലോകത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ, പീഡിതരെ, സങ്കടക്കാര്, മക്കളില്ലാത്ത പങ്കാളികള്, കുടുംബകലഹത്തിലുള്ളവരെ, കേസിലുള്ളവരെ, ജീവിക്കാനും മാർഗമില്ലാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവർ, പഠനപരമായിട്ടും യാത്രാപരമായിട്ടും വേദന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദിവസം കർത്താവ് നിന്നെ ശക്തീകരിക്കുകയും എല്ലാ സംഘടന അതിജീവിക്കാൻ മാതാവ് നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരേശ്വരൻ നീക്കുവാമേ. ഇവിടെ ഇന്ന് കർത്താവിൻ്റെ അന്ത്യത്താഴ മുഹൂർത്തം ആഘോഷിക്കുന്ന പെസഹ വ്യാഴാഴ്ചയാണ്. ഇന്ന് 3 കാര്യങ്ങളാണ് ഈശോ സ്ഥാപിച്ചത്. ഒന്ന്, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയും, ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കർത്താവ് പൗരോഹിത്യത്തെയും ചെയ്യാനുള്ള ആളെ ഏൽപ്പിച്ചു. അത് പൗരോഹിത്യത്തെ കർത്താവ് സ്ഥാപിക്കുന്ന ദിവസമാണെന്ന്. ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുരക്തങ്ങളെടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാകാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിലനിൽക്കാനും അനേകം ദൈവവിളികൾ സഭയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് സഭ അതുപോലെ തന്നെ കർത്താവ് സ്ഥാപിച്ചതാണ് പരസ്നേഹത്തിൻ്റെ കൽപ്പന. അതും നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് അഭിഷേകത്തോടെ ഒരു വ്യക്തി സ്വീകരിച്ച ഈ ലോകത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. ഇന്നും ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സങ്കടകരമായ തിരിച്ചറിവാണ്
സഭ ഇനിയും നിലനിൽക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള വെല്ലുവിളി നമുക്ക് തരുന്നത്. എങ്കിലും ആവുന്നിടത്തോളം കർത്താവിൻ്റെ വചനത്തോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് കർത്താവ് കുർബാന സ്ഥാപിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. അഗസ്തീനോസ് പറഞ്ഞ് എപ്പോഴും ഞാൻ ഓർക്കും, ദൈവം തന്നെ വീണ്ടും മനുഷ്യപുത്രൻ ജനിച്ചാലും, ദൈവം തന്നെ വീണ്ടും മനുഷ്യനായി അവതരിച്ചാലും, കുരിശുമരണം വരിച്ചാലും, മരിച്ചുയർത്തെഴുന്നേറ്റാലും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പോലൊരു കാര്യം ചെയ്യാൻ ദൈവത്തിന് പോലും ഇനി പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നീ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പങ്കാളിത്ത സാന്നിധ്യം ഈ മാസത്തെ ഏറ്റവും നല്ല വെളിപാടായിരുന്നത് പരിശുദ്ധ കുർബാനയുടെ പങ്കാളിത്ത സാന്നിധ്യം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് കർത്താവ് എന്നും ദൈവജനം ഉദ്ഘോഷിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ്. പക്ഷേ നിങ്ങളെന്നെ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നപ്പോൾ അതൊരു പരസ്പര പങ്കാളിത്ത സാന്നിധ്യമാണ്. അതിനകത്ത് വരുന്നത് വാങ്ങി ഭക്ഷിക്കുവാൻ എന്ന് ഈശോ പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മളിൽ വസിക്കുകയും, ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ കർത്താവിൽ വസിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പങ്കാളിത്ത പരസ്പര പൂരകമായിട്ടുള്ള പ്രസൻസാണ്. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ എങ്ങനെയാണ് വസിക്കണമെന്നാണ് 15:7 പറയണത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്പം എന്താ സംഭവിക്കണത്? അപ്പം ഈശോയിൽ നമ്മൾ വസിക്കുന്നത് ഈശോയുടെ വാക്ക് നമ്മൾ നിലനിൽക്കുന്ന അനുസരിച്ചാണ്. അതായത് ഈ ആഴ്ച ഈശോയുടെ വാക്ക് നമ്മൾ കേട്ടു, അടുത്ത ആഴ്ച നമ്മൾ കേട്ടില്ല, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുന്ന മാത്രമേ യോഹന്നാൻ 15:7 അനുസരിച്ച് കൊണ്ട് കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ കൃപയെ വചനത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കർത്താവ് വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പൂരകമായ പങ്കാളിത്തമായിട്ടുള്ള സാന്നിധ്യമാണുള്ളത്. പക്ഷേ നമുക്ക് കർത്താവിലും വസിക്കാം, കർത്താവ് നമ്മളിലും വസിക്കും. പക്ഷെ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പുകളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനം തന്നെ ആസ്പദമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിതം ഒരു ജീവിത തുടർച്ചയാണ് ശരിക്കും. അല്ലാതെ അതൊരു കുർബാന സ്വീകരിക്കുന്ന ഒരു ഫങ്ഷനായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് പള്ളിയുടെ അകത്തുനിന്ന് വെച്ച് ഒതുക്കി തീർക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. ഒരു പരിശുദ്ധ കുർബാനയോട് നമ്മളിന്ന് രാത്രി ആരാധന നടത്തല്ലേ? അപ്പോൾ രാത്രി ആരാധന നടത്തുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദാപരാധങ്ങൾക്കെതിരെയാണ് രാത്രി ആരാധനയിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഏറ്റവും പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന നിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുർബാന സ്വീകരണമെന്നുള്ള ആ സംഭവം, ആ ഏർപ്പാട് പള്ളിയുടെ അകത്ത് വെച്ച് ഒതുക്കി തീർക്കും. പള്ളിയുടെ പുറത്ത് വന്നിട്ട് അവർ പിന്നെ അത് മറന്നു കളയും. ജീവിതത്തിൽ അതുമായിട്ട് ബന്ധമില്ല. അതാണ് പരിശുദ്ധ കുർബാനയോട് ഒരു മനുഷ്യൻ കാണിക്കണ ഏറ്റവും വലിയ നിന്നയെന്ന് പറയുന്നത്. ഇന്നത് കൂടുതലാണ്. കാര്യം ഇപ്പോൾ കൃപാസനത്തിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരത്തിലെ കുർബാന കൊടുക്കത്തില്ല. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക വിധിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് കർത്താവിനെ സ്വീകരിക്കാൻ യോഗ്യമാണെന്ന് മനസ്സാക്ഷി വളരെ നിശ്ചിതമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യണം. കാര്യം ഞാൻ ഈ ഇടവകയിലൊക്കെ ഇരുന്നപ്പോൾ പല ആൾക്കാരും നമുക്ക് ആൾക്കാരെ വിധിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പോലും പരിശുദ്ധ കുർബാനയുടെ അച്ചടക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധ കുർബാനയോട് ആദരവും ആരാധനയും തോന്നുന്ന കാര്യം കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ വീട്ടിൽ വന്ന് കാണിക്കുന്ന
കോപ്പറേറ്റ് തരങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പശുകുമാരനോട് നിന്നാപരാധന കാണിക്കുന്നവരാണ്. ഇന്നൊരു രാത്രി ഇതിനു വേണ്ടി, അപരാധത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ആരാധന നിമിഷം നമ്മളത് പ്രത്യേകം സഭ ഒരുക്കിയ ഒരു ദിവസമാണത്. കർത്താവിൻ്റെ കൂടെ ജാഗരം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച, ഇന്നും ആരാധന എഴുന്നള്ളിച്ച് രാത്രി വെച്ചിട്ട് വയറ്റിപ്പിഴപ്പ് പറയുന്ന ആൾക്കാരാണ് 60%. ഇന്നും ആരാധന ഇന്നത്തെ ആരാധന അതിനുവേണ്ടിയുള്ളതൊന്നും അല്ല. ഇന്നത്തെ ആരാധന കുർബാനയോടും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പുലർത്തുകയാണ് ഇന്നത്തെ ആരാധന ഉദ്ദേശം. അപ്പം നല്ലൊരു ദിവസമാണ്. ഇപ്പം ഇന്ന് ഈ ധ്യാനം കേട്ട സമയം പോലെ തന്നെ നിങ്ങൾ ഒരു മനസ്സൊരുക്കത്തോടു കൂടി 10 മണിക്ക്, ഇന്ന് 10 മണിക്കാണ് ചില പള്ളികളിൽ വൈകുന്നേരം 5 മണിക്കാണ്. മനസ്സൊരുക്കത്തോടു കൂടി ഈ ദിവസത്തെ സ്വീകരിക്കാൻ ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.